ഹായ് ഓൾ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആൻസർ അനാലിസിസ് ആണ്. ഈ ഒരു ടോപ്പിക്കിന്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. തൊട്ട് മുന്നുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും പോയിട്ട് കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, വളരെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ബട്ട് കൺഫ്യൂഷൻ വരാൻ കുറേ ചാൻസ് ഉള്ള ടോപ്പിക്കുമാണ്. സോ പഠിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ കമ്പനി ഹാസ് ഒബ്സർവ്ഡ് ദ ഫോളോയിങ് കോസ്റ്റ് അറ്റ് ഡിഫറെൻറ്റ് പ്രൊഡക്ഷൻ ലെവൽസ്. സോ ഇവിടെ 25,000 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ ലെവലുള്ളപ്പോഴും 50,000 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ ലെവലുള്ളപ്പോഴും 75,000 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ ലെവലുള്ളപ്പോൾ 4 കോസ്റ്റുകൾ തന്നിട്ടുണ്ട്. കോസ്റ്റ് എ, കോസ്റ്റ് ബി, കോസ്റ്റ് സി ആൻഡ് കോസ്റ്റ് ഡി. ഈ 4 കോസ്റ്റും എന്ത് കോസ്റ്റ് ആണ്? ലൈക്ക് ഫിക്സഡ് കോസ്റ്റ് ആണോ, വേരിയബിൾ കോസ്റ്റ് ആണോ, മിക്സഡ് കോസ്റ്റ് ആണോ? ഇതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. കോസ്റ്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ്സ് ചെയ്തു നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം കോസ്റ്റ് എൻ്റെ കാര്യം നമുക്ക് ചെയ്ത് നോക്കാം. കോസ്റ്റ് എ, അപ്പോൾ ഇവിടെ എത്രയാണ്? 3,250 ആണ് കോസ്റ്റ് വരുന്നത്. എത്ര യൂണിറ്റ്സിന്? 25,000 യൂണിറ്റ്സിന്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 3,250 ഡിവൈഡഡ് ബൈ 25,000, ദാറ്റ് ഈസ് $0.13 ആണ് കിട്ടുന്നത്. ഇനി അടുത്തത് നോക്കുക, എത്രയാണ്? 5250 divided by 50,000. 5250 divided by 50,000, that is 0.105. 0.105. ഇനി ലാസ്റ്റത്തെ നോക്കി എത്ര? 7250 ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ്സിനാണ് $7250 ആയിരിക്കുന്നത്? 75,000 യൂണിറ്റ്സിനാണ് അല്ലേ? 75,000 യൂണിറ്റ്സിനാണ്. സോ 7250 ഡിവൈഡഡ് ബൈ 75,000, ദാറ്റ് ഈസ് 0.096. അപ്പൊ നമുക്കറിയാം യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് കോസ്റ്റും കൂടുന്നുണ്ട്, ബട്ട് പെർ യൂണിറ്റ് കോസ്റ്റും ഡിഫറെൻ്റ് ആണ്. അപ്പൊ ഇത് ഫിക്സഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കാട്ടുന്നില്ല, വേരിയബിൾ കോസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കാട്ടുന്നില്ല. പിന്നെ എന്ത് കോസ്റ്റ് ആയിരിക്കും? മിക്സഡ് കോസ്റ്റ് ആയിരിക്കും. പിന്നെ എന്ത് കോസ്റ്റ് ആയിരിക്കും? മിക്സഡ് കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ കോസ്റ്റ് എ മിക്സഡ് ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി കോസ്റ്റ് ബിന്റെ കേസ് നോക്കാം. കോസ്റ്റ് ബി ആദ്യത്തെ എത്രയാണ്? 7,500 അല്ലേ? 7,500 ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ്സിനാണ് 7,500 കോസ്റ്റ് വന്നത്? 25,000 യൂണിറ്റ്സിനല്ലേ? സോ 7,500 ഡിവൈഡഡ് ബൈ 25,000, ദാറ്റ് ഈസ് 0.3. ഓക്കെ, 0.3. പക്ഷെ നമ്മൾ ഇത് ചെയ്യുന്നതിന് മുന്നേ വെറുതെ ഒന്ന് ജസ്റ്റ് നോക്കുക. കോസ്റ്റ് ബിയിലെ കേസിലേക്ക് നോക്കുമ്പം 25,000-നും 7,500-നാണ് ആയിരിക്കുന്നത്, ആൻഡ് 50,000 യൂണിറ്റ്സിലും 7,500-നാണ് ആയിരിക്കുന്നത്, ആൻഡ് 75,000 യൂണിറ്റ്സിലും 7,500-നാണ് കോസ്റ്റ് വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? യൂണിറ്റ്സ് ചേഞ്ച് ചെയ്തിട്ടും ഇവിടെ ഫിക്സഡ് ആയിട്ടാണ് കോസ്റ്റ് കിടക്കുന്നത്. സോ ഇതൊരു ഫിക്സഡ് കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കോസ്റ്റ് ബി കാട്ടുന്നത്. അതായത് എത്ര യൂണിറ്റ്സ് കൂടിയാലും റെലവൻറ്റ് റേഞ്ച് വരെ എത്ര യൂണിറ്റ്സ് കൂടിയാലും കോസ്റ്റ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്, കോസ്റ്റ് ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ കോസ്റ്റ് ബി ഒരു ഫിക്സഡ് കോസ്റ്റ് ആണ്. ഇനി കോസ്റ്റ് സിന്റെ കേസിലേക്ക് നോക്കാം. കോസ്റ്റ് സിന്റെ കേസിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് എത്രയാണ്? 2,750 ഡിവൈഡഡ് ബൈ 25K. എത്രയാണ് വരുന്നത്? 2,750 ഡിവൈഡഡ് ബൈ 25,000, ദാറ്റ് ഈസ് 0.11 അല്ലേ? 0.11. ഓക്കെ, ഒരു യൂണിറ്റിന് $0.11 ആണ് ചിലവാകുന്നത്. ഇനി നെക്സ്റ്റ് നോക്കി, എത്രയാണ്? 5500 ഡിവൈഡഡ് ബൈ 50K അല്ലേ? 5500 ഡിവൈഡഡ് ബൈ 50,000, ദാറ്റ് ഈസ് 0.11. 0.11 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ലാസ്റ്റ് ഒന്ന് നോക്കുക, എത്രയാണ്? 8250 ഡിവൈഡഡ് ബൈ 75K. ഓക്കെ, 8250 ഡിവൈഡഡ് ബൈ 75K എന്ന് പറയുന്നത് എത്രയാണ്? 0.11 തന്നെയാണ്. 0.11 തന്നെയാണ്. അപ്പൊ ഈ ഒരു കോസ്റ്റ് സി എന്ന് പറയുന്ന കോസ്റ്റ് എന്ത് കോസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ കാട്ടിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ നമുക്ക് നോക്കാം. യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ കോസ്റ്റിൽ ഡിഫറൻസ് വരുന്നുണ്ട്. 2,750 5,500 ആവുന്നുണ്ട്. ദെൻ 75,000 യൂണിറ്റ്സ് ആയപ്പോൾ അത് 8,250 ആവുന്നുണ്ട്. ടോട്ടൽ കോസ്റ്റ് കൂടുന്നുണ്ട്, ബട്ട് പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് റിമെയിൻസ് ദ സെയിം, 0.11 തന്നെയാണ്. ഇത് ഏത് കോസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? വേരിയബിൾ കോസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ? സോ കോസ്റ്റ് സി എന്ന് പറയുന്നത് ഒരു വേരിയബിൾ കോസ്റ്റ് ആണ്. എന്ത് കോസ്റ്റ് ആണ്? വേരിയബിൾ കോസ്റ്റ് ആണ്. സോ ലാസ്റ്റ് കോസ്റ്റ് ആയി കോസ്റ്റ് ഡിന്റെ നോക്കാം നമുക്ക്. കോസ്റ്റ് ഡിന്റെ നോക്കുമ്പോൾ 1,750 ഡിവൈഡഡ് ബൈ 25K. എത്ര കിട്ടുന്നത്? 1,750 ഡിവൈഡഡ് ബൈ 25,000, ദാറ്റ് ഈസ് 0.07. ഇനി 2,500 ഡിവൈഡഡ് ബൈ 50K. 2,500 ഡിവൈഡഡ് ബൈ 50K എത്രയാണ് കിട്ടുന്നത്?
0.05. ഇനി ലാസ്റ്റ് ആയിട്ട് 3000 ഡിവൈഡഡ് ബൈ 75K എത്രയാണ് കിട്ടുന്നത്? ഇത് ഫുള്ള് കാണുന്നൊന്നുമില്ല. ഈ രണ്ട് കോസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഫിക്സഡും അല്ല വേരിയബിളും അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ബട്ട് ഇതൊരു എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതുകൊണ്ട് ഞാൻ ഇത് ഫുള്ള് ചെയ്യാണ്. സോ 3000 ഡിവൈഡഡ് ബൈ 75,000 ദാറ്റ് ഈസ് 0.04. അപ്പൊ നമുക്കറിയാം ഇവിടെ കോസ്റ്റ് ഫിക്സഡും അല്ല വേരിയബിൾ കോസ്റ്റ് പോലെ പെർ യൂണിറ്റ് കോസ്റ്റ് ഇവിടെ സ്റ്റേബിളും അല്ല, ചേഞ്ച് ആവുന്നുണ്ട്. സോ ഇത് എന്തിന്റെ ആയിരിക്കും? ഇത് എന്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? കോസ്റ്റ് ഡി കാട്ടുന്നത് മിക്സഡ് കോസ്റ്റിന്റെ അല്ലേ? സോ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? കോസ്റ്റ് എ എന്ന് പറയുന്നത് മിക്സഡ് കോസ്റ്റ് ആണ്, കോസ്റ്റ് ബി എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്, കോസ്റ്റ് സി എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് ആണ്, ആൻഡ് കോസ്റ്റ് ഡി എന്ന് പറയുന്നത് മിക്സഡ് കോസ്റ്റ് ആണ്. സോ ഞാൻ ഇതിന്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും കൂടി സ്പീഡിൽ പറഞ്ഞുതരാം. യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് അപ് ടു എ റെലവൻറ്റ് റേഞ്ച് വരെ യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ് കോൺസ്റ്റന്റ് ആയി നിൽക്കുകയാണെങ്കിൽ, കോസ്റ്റ് ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ഫിക്സഡ് കോസ്റ്റ് ആണ്. ആൻഡ് വേരിയബിൾ കോസ്റ്റിന്റെ കേസ് പറയുമ്പോൾ യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ കോസ്റ്റ് കൂടും, ബട്ട് പെർ യൂണിറ്റ് കോസ്റ്റ് റിമെയിൻസ് ദ സെയിം. ഓക്കെ, ഇവിടെ നമുക്കറിയാം പെർ യൂണിറ്റ് കോസ്റ്റ് ഇവിടെ 0.11 തന്നെയാണ്. എത്ര യൂണിറ്റ്സ് കൂടിയാലും ടോട്ടൽ കോസ്റ്റ് കൂടും, ബട്ട് പെർ യൂണിറ്റ് കോസ്റ്റ് 0.11 തന്നെയാണ് ആവുന്നത്. സോ അതാണ് വേരിയബിൾ കോസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടിലും പെടാതെ ബ്ലെൻഡ് ആയിട്ടിരിക്കുന്ന ഒരു ഫോമിനെയാണ് നമ്മൾ മിക്സഡ് കോസ്റ്റ് എന്ന് പറയുക. ഓക്കെ, സോ ഈ ഒരു എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. A review of ABC company accounting records for last year disclosed the following selected information. അപ്പോൾ താഴെ കുറച്ച് വേരിയബിൾ കോസ്റ്റിന്റെയും ഫിക്സഡ് കോസ്റ്റിന്റെയും ഡാറ്റാസ് തന്നിട്ടുണ്ട്. ഇൻ അഡീഷൻ വേറെ ഒരു കമ്പനി സഫേർഡ് $27,700 അൺഇൻഷുർഡ് ഫാക്ടറി ഫയർ ലോസ് ഡ്യൂറിങ് ദ ഇയർ. അപ്പോൾ ഒരു എക്സ്പെൻസും തന്നിട്ടുണ്ട്. സോ ഇതിൽ എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്? what were ABC company product cost and period cost for the last year എന്നാണ് ചോദിക്കുന്നത്. സോ തന്നിരിക്കുന്ന കോസ്റ്റിൽ നിന്നും എന്താണ് പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ട് വരുന്നത്, എന്താണ് പീരീഡ് കോസ്റ്റ് ആയിട്ട് വരുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിലുണ്ടാവുക? പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടാവും, ഡയറക്റ്റ് ലേബർ ഉണ്ടാവും, ദെൻ മാനുഫാക്ചറിങ് ഓവർഹെഡ് ഉണ്ടാവും. ഈ മാനുഫാക്ചറിങ് ഓവർഹെഡിന് എന്തൊക്കെ ഉണ്ടാവും? വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് ഉണ്ടാവും, ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് ഉണ്ടാവും അല്ലെ? വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് ഉണ്ടാവും, ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് ഉണ്ടാവും. ഇനി ബാക്കിയുള്ള എക്സ്പെൻസസ് അതായത് ആ ഇയറിൽ തന്നെ എക്സ്പെൻസ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതിനാണ് നമ്മൾ പീരീഡ് കോസ്റ്റ് എന്ന് പറയുക. എന്താണ് പറയുക? പീരീഡ് കോസ്റ്റ് എന്ന് പറയുക. ഓക്കെ, പീരീഡ് കോസ്റ്റ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ ഒരു ഐറ്റംസ് കാണാം. ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണുള്ളത്? ഡയറക്റ്റ് മെറ്റീരിയൽ 56,000 ആണുള്ളത്. ഡയറക്റ്റ് ലേബർ എത്രയാണുള്ളത്? 179,100 ആണുള്ളത്. ഓക്കെ, ആൻഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് ഈ ഒരു കോളത്തിൽ ഫുള്ള് വേരിയബിൾ കോസ്റ്റിൻ്റെയും ഇവിടെ ഫുള്ള് ഫിക്സഡ് കോസ്റ്റിൻ്റെ ഉള്ളത്. സോ വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് എത്രയാണുള്ളത്? വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 154,000 ആണുള്ളത്. 154,000 ആണുള്ളത്. ആൻഡ് ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് എത്രയാണുള്ളത്? ഇവിടെ നമുക്ക് കാണാം 267,000. ഓക്കെ, ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? 56,000 പ്ലസ് 179,100 പ്ലസ് 154,000 പ്ലസ് 267,000 ദാറ്റ് ഈസ് 665,61,00. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ട് കിട്ടിയത്. എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് കോസ്റ്റിൽ ഇൻവോൾവ് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് ലേബർ ആൻഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ്. മാനുഫാക്ചറിങ് ഓവർഹെഡ് തന്നെ ഫിക്സഡും ഉണ്ടാവും വേരിയബിളും ഉണ്ടാവും, രണ്ട് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, സോ നമുക്കിവിടെ എത്രയാണ് പ്രൊഡക്റ്റ് കോസ്റ്റ് കിട്ടിയത്? 656,100 ആണ് കിട്ടിയത്. ആൻഡ് ഇനി എന്തൊക്കെയാണ് പീരീഡ് കോസ്റ്റ് ഉണ്ടാവുക നോക്കുക. പീരീഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാത് വർഷം തന്നെ എക്സ്പെൻസ് ഔട്ട് ചെയ്യുന്നത്, അതിന് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ എന്തൊക്കെയാണ് പീരീഡ് കോസ്റ്റ് വരുന്നത്? ഇവിടെ നമുക്കറിയാം വേരിയബിൾ സെല്ലിംഗ് കോസ്റ്റ് വരുന്നുണ്ട്, ഫിക്സഡ് സെല്ലിംഗ് കോസ്റ്റും വരുന്നുണ്ട് അല്ലേ? വേരിയബിൾ സെല്ലിംഗ് കോസ്റ്റ് വരുന്നുണ്ട്, ഫിക്സഡ് സെല്ലിംഗ് കോസ്റ്റ് വരുന്നുണ്ട്, പിന്നെ എന്തൊക്കെയാണ് വരുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് വരുന്നുണ്ട്, ആൻഡ് ലാസ്റ്റ് ആയിട്ട് അൺഇൻഷുർഡ് ഫാക്ടറി ഫയർ ലോസ്. അതും നമ്മൾ അതേ ഇയറിൽ തന്നെ എക്സ്പെൻസ് ഔട്ട് ചെയ്യുന്ന കാര്യമാണ്. അൺഇൻഷുർഡ് ഫയർ ലോസ്. ഈ 4 ഐറ്റംസ് അല്ലേ നമുക്ക് പീരീഡ് കോസ്റ്റിൽ വരുന്നത്. ഈ 4 ഐറ്റംസിന്റെ എമൗണ്ട് നമുക്ക് എഴുതിയാലോ? അപ്പം വേരിയബിൾ സെല്ലിംഗ് കോസ്റ്റിന്റെ എമൗണ്ട് എത്രയാണ്? 108,400. 108,400 ആണ് വേരിയബിൾ സെല്ലിംഗ് കോസ്റ്റിന്റെ എമൗണ്ട് വരുന്നത്. ഇതാ ഇവിടെ കാണാം നമുക്ക്. ഓക്കെ, ഇനി ഫിക്സഡ് സെല്ലിംഗ് കോസ്റ്റിന്റെ എമൗണ്ട് എത്രയാണ് വരുന്നത്? 121,000.
അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ 235900 ആൻഡ് ലാസ്റ്റ് ഡേറ്റ് എന്താണ് അൺഇൻഷുർഡ് ഫയർ ലോസ്. അൺഇൻഷുർഡ് ഫയർ ലോസിന്റെ എമൗണ്ട് എത്രയാണ് വരുന്നത് 27700. ഓക്കെ 27700. ഇത് മൂന്നും ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത് നോക്കാം. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് എത്ര വരും 1084000 പ്ലസ് 12100 പ്ലസ് 235900 പ്ലസ് 27700 ഈസ് ഈക്വൽ ടു 493,000 ആണ് നമുക്ക് വരുന്നത്. 493,000 ആണ് നമുക്ക് എന്ത് വരുന്നത് പീരീഡ് കോസ്റ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു ലാസ്റ്റ് പീരീഡിൽ പീരീഡ് കോസ്റ്റ് ആയിട്ട് 493,000. ഇവിടെ പീരീഡ് കോസ്റ്റിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? വേരിയബിൾ സെല്ലിംഗ് കോസ്റ്റ് വരുന്നുണ്ട്, ഫിക്സഡ് സെല്ലിംഗ് കോസ്റ്റ് വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് വരുന്നുണ്ട്, അൺഇൻഷുർഡ് ഫാക്ടറി ഫയർ ലോസും വരുന്നുണ്ട്. ഈ 4 ഐറ്റംസ് ആണ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഇത് അതേ വർഷം തന്നെ നമ്മൾ എക്സ്പെൻസ് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് കോസ്റ്റിന്റെ ഐറ്റംസും പീരീഡ് കോസ്റ്റിന്റെ ഐറ്റംസും നല്ലപോലെ ഓർത്ത് വെക്കുക. ഈ പ്രൊഡക്റ്റ് കോസ്റ്റ് തന്നെ ഡയറക്റ്റ് മെറ്റീരിയലിനെയും ഡയറക്റ്റ് ലേബറിനെയാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുക. ഡയറക്റ്റ് ലേബറിനെയും മാനുഫാക്ചറിങ് ഓവർ ഹെഡിനെയാണ് നമ്മൾ കൺവേർഷൻ കോസ്റ്റ് എന്നും പറയാം. അതും ഒന്ന് ഓർത്ത് വെക്കുക. സോ ഈ ഒരു എക്സ്പ്ലനേഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ചോദിക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.